നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഫൈമോസിസ്. അതായത് ഫൈമോസിസ് എന്നുള്ള ഒരു കണ്ടീഷൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഒന്നുകിൽ അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ ചിലപ്പോൾ ചികിത്സ ചെയ്യാതിരിക്കും. എന്നാൽ ഇതിന് ചികിത്സ കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ പലവിധമായിട്ടുള്ള കോംപ്ലിക്കേഷനിൽ ചെന്ന് കോംപ്ലിക്കേഷൻ ഉണ്ടാകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു അവയർനെസ് കൂടെ വേണം. അതിനുവേണ്ടിയാണ് ഫൈമോസിസ് എന്ന സാധാരണപ്പെട്ട ഒരു കണ്ടീഷനെ കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ ഇനബിലിറ്റി ടു റിട്രാക്ട് ദ പ്രിപ്യൂസ്. അതായത് പ്രിപ്യൂഷൽ സ്കിന്ന് നമ്മൾ ബാക്കിലോട്ട് മാറത്തില്ല, പിടിച്ചു കഴിഞ്ഞാലും വരത്തില്ല. സാധാരണ നോർമലായിട്ട് ഇതുപോലെ പ്രിപ്യൂഷൽ സ്കിൻ മാറണം, പക്ഷേ മാറാതെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഇതിനെ ഫൈമോസിസ് എന്ന് പറയുന്നത്. ഫൈമോസിസ് പല ഏജ് ഗ്രൂപ്പിൽ നമുക്ക് കാണാം. സാധാരണ പിള്ളേരിൽ കാണുന്നത് ഒരു ഫിസിയോളജിക്കൽ ഫൈമോസിസ് എന്ന് പറയുന്നത് ബർത്തിൽ കാണും. ചിലപ്പോൾ ഒരു 1 ഇയർ വരെ ചിലപ്പോൾ അത് കണ്ടെന്നിരിക്കും. അത് കഴിയുമ്പോൾ തന്നെ മാറി സ്കിൻ ലൂസായിട്ട് ബാക്കിലോട്ട് മാറും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മിഡിൽ ഏജിൽ എന്തെങ്കിലും ചെറിയ ഇഞ്ചുറിയോ സിബിൻ്റെ ഇഞ്ചുറി വരികയോ അല്ലെങ്കിൽ വല്ല ബൈസൈക്കിളിലൊക്കെ പോകുമ്പോൾ അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഇഞ്ചുറി വന്ന് അങ്ങനെ വന്ന് ചെറിയ ഇഞ്ചുറി പ്രിപ്യൂസിൽ വന്നു കഴിഞ്ഞാൽ ആ ഇഞ്ചുറി ഹീൽ ചെയ്യുമ്പോൾ ഒരു സ്കാറിങ് വരും. നേരത്തെ ഇതുപോലെ നോർമലായിട്ടിരുന്ന ഒരു പ്രൊപ്യൂസൽ സ്കിന്ന് ചിലപ്പോൾ അത് ടൈറ്റായിട്ട് വരും. അത് അങ്ങനെ ടൈറ്റായിട്ട് വരുമ്പോൾ ഇതേപോലെ സ്കിൻ പുറമോട്ട് മാറാതെ വന്നു കഴിഞ്ഞാൽ അതൊരു അക്കേർഡ് ഫൈമോസിസ് ആണ്. പിന്നെ മറ്റ് അസുഖങ്ങൾക്കൊണ്ട് ഫൈമോസിസ് ഉണ്ടാകും. പ്രത്യേകിച്ച് സാധാരണ കൂടുതലായിട്ട് കാണുന്ന ഡയബറ്റീസ് ഉള്ള അസുഖം ഉള്ളവർക്ക്. ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടെ ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ആ സ്കിൻ ടൈറ്റായി വന്നിട്ട് ഒരു സ്റ്റേജ് വരുമ്പോൾ ഇത് പുറകോട്ട് മാറ്റാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റാതെ വരും. ഇങ്ങനെ എല്ലാ പ്രായത്തിലും കാണുന്ന ഒരു കണ്ടീഷനാണ് ഫൈമോസിസ്. ഇത് പറയാനുള്ള കാരണം ഇതിനകത്ത് നമ്മൾ ഒരു അവയർനെസ് വേണം. ഫൈമോസിസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ചികിത്സിക്കണം. ചികിത്സയില്ലെങ്കിൽ അതിന് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോംപ്ലിക്കേഷനെ കുറിച്ച് പിന്നെ മറ്റൊരു സമയത്ത് സംസാരിക്കാം. നന്ദി, നമസ്കാരം.